ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് കുറേ മെസ്സേജ് കിട്ടുന്നുണ്ട്, എൻ്റെ ജൂനിയേഴ്സിൻ്റെ നിന്നായാലും പിന്നെ അല്ലാതെ തന്നെ ത്രൂ ലിങ്ക്ഡിൻസും ഇൻസ്റ്റാഗ്രാം DMസിലൊക്കെ കുറേ മെസ്സേജ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണത്, എങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്നാണ് കുറേ പേരെ കൺസേൺ. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ ഇൻഡസ്ട്രി കയറിയിട്ട് ഇപ്പോൾ ഒരു 10 months ഒക്കെ ആയതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കറിയാമെന്നുള്ള 2-3 വഴികളും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്കെങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന്. ഞാൻ ലാസ്റ്റ് സെം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ട്രെയിനിങ് പ്ലേസ്മെൻറ്റ് സെല്ലിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു 30, 20, 25 ആ ഒരു റേഞ്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, മീൻസ് നമുക്ക് താല്പര്യം ഇൻഡസ്ട്രിയിൽ പോകണം, ഇൻഡസ്ട്രി എന്താണ്, നമുക്ക് ഒരു എക്സ്പോഷർ വേണം എന്നുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല. ഈ വർഷം ആ പ്രോഗ്രാമുണ്ട്. അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം ഞാനും അതിന് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതെന്ന് പറയണത് നമുക്ക് 1 month ഇൻഡസ്ട്രിയൽ എക്സ്പോഷറും കിട്ടും. നമുക്ക് റിയലായിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ എല്ലാ സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, വീക്കെൻഡ്സിൽ അവർ ഓൺലൈൻ ക്ലാസ്സും വയ്ക്കും. അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇൻഡസ്ട്രീനെക്കുറിച്ച് എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, ഒരു ബേസ് ഉണ്ടാക്കി തരും. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു എയിം എന്ന് പറയണത്. അങ്ങനെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ നമുക്ക് കുറേ ലിസ്റ്റ് തരും ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്ന്. ഞാൻ സെലക്ട് ചെയ്തത് മൈലാൻ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അങ്ങനെ അവിടെ കഴിഞ്ഞ മെയ് മാസം ഞാൻ ഇൻറ്റേൺഷിപ്പിന് ചെയ്തു 1 month. അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴേക്കും അവരൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് 2-3 പേരെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ ജോബ് കിട്ടിയത്. ഞാനിപ്പോൾ കറൻ്റ്ലി അപ്രൻറ്റിസ് റോളിലാണ്, ഒരു ട്രെയിനി പോലെ. 10 month അവിടെ ഇപ്പം കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എനിക്കങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടാണ് പോയത്. പക്ഷേ എനിക്കറിയാം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെ കിട്ടുമെന്നാണ് കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ കുറേ വാക്ക്-ഇൻ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അത് മെയിൻലി കേരളത്തിൽ നടത്തുന്നത് കുറവാണ്. മെയിൻലായിട്ട് നടക്കുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയൊക്കെയാണ് ഈ വാക്ക്-ഇൻ ഇൻ്റർവ്യൂസ് വരുന്നത്. പിന്നെ കേരളത്തിൽ 2-3 കോളേജിലൊക്കെ അവർ നടത്താറുണ്ട്. മെയിൻലി എറണാകുളം, തൃശ്ശൂരൊക്കെയാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും കോളേജിൽ വെച്ചിട്ട് നടത്തും. കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായത് നിർമ്മല കോളേജാണെന്ന് തോന്നുന്നു, തൃശ്ശൂർ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ 2-3 കോളേജ് വെച്ചിട്ട് ഈ ക്യാമ്പസ് ഡ്രൈവ് വാക്കിങ്ങൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ത്രൂ ഇൻ്റർവ്യൂ നമുക്ക് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു ജോബ് കിട്ടും. ഫ്രഷർ അപ്രൻറ്റിസ് റോളിലായിരിക്കും ഫസ്റ്റ്. അല്ലാതെ ആണെങ്കിൽ ഇപ്പം ഈ ജോബ് കിട്ടണത് എങ്ങനെ അറിയാം? ത്രൂ ലിങ്ക്ഡിൻ നമുക്കറിയാൻ പറ്റും. പിന്നെ ചില കമ്പനീസ് ലിങ്ക്ഡിനിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റണത് കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ഹയറിങ് കാര്യങ്ങൾ വരണതോ ജോബ് റിലേറ്റഡ് കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റണത്. എല്ലാവരും ചോദിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോകുമ്പം കൊണ്ടുപോകണമല്ലോ റെസ്യൂം, അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വയ്ക്കാനൊന്നുമില്ല. 10th class എവിടെ ചെയ്തു, പിന്നെ +2, പിന്നെ മെയിനായിട്ട് കോളേജിൽ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്ത് കാണുമല്ലോ. ഇൻഡസ്ട്രി ആണെങ്കിൽ ഇൻഡസ്ട്രി, പിന്നെ അവിടെ എന്തൊക്കെ നമ്മൾ ലേൺ ചെയ്തു, അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനം. ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തെങ്കിൽ അത് അവിടെ ലേൺ ചെയ്ത സംഭവങ്ങൾ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച്, നമ്മൾ ഫൈനൽ ഇയർ ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച്
പ്രിപ്പയർ ആയിരിക്കണം. അത് റെസ്യൂമിലും എഴുതണം, കുറച്ച് ഒരു ഷോർട്ട് ഇതായിട്ട്. അതുപോലെ പറയാനും നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച്. കാരണം വേറെ ഒന്നും നമുക്ക് അവർക്ക് ചോദിക്കാനില്ല നമ്മുടെ അടുത്ത്. ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് സെൽഫ് ഇൻട്രോ ചോദിക്കും, അത് ചോദിക്കും. പിന്നെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ചോദിച്ചത് GMB എന്താണ്, CGMB എന്താണ്, QA/QC ഡിഫറൻസ്. പിന്നെ നമ്മളെ ജൂറി സബ്ജക്റ്റിൽ ഷെഡ്യൂൾസ് പഠിക്കുമല്ലോ, വേണമെങ്കിൽ അത് ചോദിക്കാം. പിന്നെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ്, അങ്ങനത്തെ ബേസിക് സാധനങ്ങളായിരിക്കും ചോദിക്കണത്. അതുപോലെ മെയിനായിട്ട് ചോദിക്കുന്നതാണ് പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയണത്. നമുക്ക് ലാസ്റ്റ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ സാധനം ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയതും കൂടെയാണ്. ഈ പ്രധാനമന്ത്രിയുടെ റിലേറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാമുണ്ട്. അത് ലൈക്ക് ഫോർ ഫാർമ ഇൻഡസ്ട്രി മാത്രമല്ല, ഈ നമ്മൾ കോളേജ് കംപ്ലീറ്റ് ആയ എല്ലാ സ്റ്റുഡൻസിനും വേറെ ഫീൽഡിൽ ലൈക്ക് എൻജിനീയറിങ് ആയാലും നഴ്സിംഗ് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞിട്ട്, ഇങ്ങനെ പല ഫീൽഡ്സ് ഉണ്ടല്ലോ കരിയറിൽ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്, അതും 1 year ആണ്. അപ്പം ഈ സംഭവത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്കറിഞ്ഞൂടാ, ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം അതിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി റിലേറ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് അക്ഷയയിൽ പോയി പറഞ്ഞാൽ ഈ പ്രോഗ്രാം അവർക്കറിയായിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ മാർക്കും റിസൾട്ടൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്യും. ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 5 എണ്ണമൊക്കെ ചൂസ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് വലിയ ഓർമ്മയില്ല. അങ്ങനെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പം ലാസ്റ്റ് നമുക്ക്, ഞാൻ പിന്നെ ഈ സംഭവം ചെയ്തിട്ടങ്ങ് മറന്നുപോയി. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം ഇതിനൊരു റിസൾട്ട് വന്നു. ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടൊറൻറ്റ് ഫാർമ എന്ന് പറഞ്ഞിട്ടാണ്, സിക്കിമിലാണ്. അപ്പം ഞാനിങ്ങനെ എന്താണെന്ന് എനിക്കറിഞ്ഞില്ല, ഞാൻ ഓപ്ഷൻ വെച്ചപ്പോൾ സ്ഥലമൊന്നും നോക്കിയെല്ലാം തോന്നുന്നു വെച്ചത്. അപ്പോൾ എനിക്ക് സിക്കിമിലുള്ള ടൊറൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ സാലറി ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് ഗവൺമെൻറ് തരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സ്കീമല്ലേ. സോ അവരാണ് നമുക്ക് ഈ സാലറി പ്രൊവൈഡ് ചെയ്യണത് സ്റ്റൈഫൻ പോലെ. 4500 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് അക്കോമഡേഷൻ, ഫുഡ് കാര്യങ്ങളൊന്നുമില്ല, ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. അതും സിക്കിമിലാണ്. സോ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഓപ്ഷനാക്കി വെച്ചു. പിന്നെ ആ സമയത്താണ് എനിക്ക് മൈലാൻഡിൽ കിട്ടിയതും. പിന്നെ ഞാൻ അതിനെ പതുക്കങ്ങ് ഒഴിവാക്കി. അപ്പം സ്റ്റൈഫൻ്റ് ഒന്നും കുഴപ്പമില്ല, ഇൻഡസ്ട്രി എക്സ്പോഷറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു സ്കീമാണ്, അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും മെൻഷൻ ആക്കിയിരിക്കും. സോ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. സോ ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കറിയാമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. സോ ഓക്കെ, താങ്ക് യു.